ഹായ്, ഞാൻ ചോറ് കഴിക്കാൻ പോവാം. ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാ ദിവസവും അങ്ങനെ സ്പെഷ്യലായിട്ടാണെങ്കിൽ ഉണ്ടാക്കാറില്ല. ചില സമയത്ത് മാത്രമേ മീൻ ഉണ്ടാവാറുള്ളൂ. പിന്നെ പിന്നെയുള്ള എന്തെങ്കിലും സാമ്പാറോ അങ്ങനെ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാകും. മീനും കാര്യങ്ങളൊക്കെ ഒരു ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ഞങ്ങൾ മേടിക്കാറുള്ളൂ. ഇപ്പം എനിക്കിന്ന് കറി എന്ന് പറയാനായിട്ട് പയർ ഒലത്തിയതുണ്ട്, പയർ ഒലത്തിയത്, പിന്നെ ഉണക്കമീൻ വറുത്തതുണ്ട്, പിന്നെ അച്ചാർ, പിന്നെ ചെറിയൊരു തക്കാളി വെച്ചിട്ട് കറിയും കൂടി ഉണ്ട്. പക്ഷെ ഞാൻ വേറൊരു രീതിയിൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അതായത് ചോറ് ചമ്മന്തി എന്ന് പറഞ്ഞൊരു ചമ്മന്തി. അതായത് മുളക് പൊടി, ശകലം മുളക് പൊടി. ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു പൈനാപ്പിൾ കൂടി എടുത്തിട്ടുണ്ടേ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി എരിവ് എനിക്കിഷ്ടമല്ല. അപ്പം ഇങ്ങനെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം സ്കൂളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ മറ്റേ നാലമ്പലം ചുറ്റാനായിട്ട് പോകുമായിരുന്നു. അപ്പം നാലമ്പലം ചുറ്റാൻ പോകുമ്പോൾ ഏതോ ഒരു അമ്പലത്തിൽ, എല്ലാ അമ്പലങ്ങളിലും ഉച്ചയാകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനുണ്ടാവും. അല്ലെങ്കിൽ 10 മണിയാകുമ്പോൾ അവിടെ ഉണ്ട്, അന്നദാനം ഉണ്ടല്ലോ, എല്ലാ അമ്പലത്തിലും അന്നദാനം ഉണ്ട്. അപ്പോൾ ഈ അമ്പലത്തിൽ മാത്രം ചോറ്, അതുപോലെ തന്നെ മുളക് പൊടി, ഉപ്പ്, ഈ ഇത്ര ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചോറിലല്ല, ഭയങ്കര ക്യൂ ആട്ടോ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ കാരണം വെച്ചാൽ ഭയങ്കര വിശന്ന് നാലമ്പലമൊക്കെ ചുറ്റി, മറ്റേ ആ അമ്പലത്തിലെ വഴിപാട് അങ്ങനെ ഒരുപാട് ക്യൂ ഒക്കെ നിന്നിട്ടാണല്ലോ നമ്മൾ വഴിപാടൊക്കെ കഴിക്കണേ. അമ്പലത്തിൽ കയറി തൊഴാനാണെങ്കിലും പിന്നെ അവിടെ തന്നെ കുറേ ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട്. അതിലൊക്കെ തൊഴണമെങ്കിൽ തന്നെ ക്യൂ നിൽക്കണേ. എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ വിശന്ന് അണ്ടം കത്തിയിട്ടാണ് ഇറങ്ങി വന്നത്. അപ്പം എന്ത് കിട്ടിയാലും കഴിക്കും, ആ രീതിയിലുള്ളൊരു വിശപ്പായിരിക്കും. അപ്പം ആ അമ്പലത്തിൽ ചോറുണ്ടാവും, മുളക് പൊടി, ഉപ്പ്. അപ്പം നമ്മളിങ്ങനെ ക്യൂ നിന്ന് ചോറ് മേടിക്കും, അത് അപ്പുറത്തേക്ക് മുളക് പൊടി ഇടും, പിന്നെ ഉപ്പ് അത് കൂട്ടി കുഴച്ചാൽ മതി. അപ്പം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ കഴിച്ചപ്പോൾ. ഇതിൽ ഞാൻ ചേർത്തേക്കണത് ഇപ്പോൾ മുളക് പൊടി, പിന്നെ ശകലം ഉപ്പ്, പിന്നെ ഞാൻ ഇച്ചിരി ചുവന്നുള്ളി ചതച്ചത് അതിലേക്ക് മിക്സ് ചെയ്യും. ഒരു രസം. ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഒരു തോന്നി ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ചേർക്കും. ശരിക്കും ചമ്മന്തി ഉണ്ടാക്കണ പോലെ തന്നെ ഇച്ചിരി വെളിച്ചെണ്ണ, തണുപ്പ്, ഇത്തിരി വെളിച്ചെണ്ണ, എന്നിട്ട് അത് എല്ലാം കൂടി കുഴയ്ക്കും. മുളക് പൊടിയും ചോറ് എല്ലാം കൂടി. ഞാൻ കുറച്ച് ചോറേ കഴിക്കുള്ളൂ കേട്ടോ. ചോറ് ഞാൻ വളരെ കുറവേ കഴിക്കുള്ളൂ. എനിക്ക് ചോറിനോട് വലിയ താല്പര്യമില്ല. എന്നാൽ ചോറ് കഴിക്കും. മുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ നന്നായി എല്ലാം കൂടി മിക്സ് ചെയ്യണം. ഞാൻ വെള്ളം ഞാൻ എടുത്തിട്ട് എരിവ് കുടിക്കാൻ വെള്ളം കുടിക്കാമല്ലോ. ഒരു രസം. ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്, ആരുമില്ല. ചേട്ടായി ജോലിക്കും, കൊച്ചു സ്കൂളിൽ പോവും. പിന്നെ ഞാനും എൻ്റെ കുഞ്ഞ് എന്താ പറയുക കുറുമ്പിക്കുട്ടികളും മാത്രമേ ഉള്ളൂ. അതായത് എൻ്റെ പൂച്ചകളും പട്ടിയും. അവരായിട്ടിങ്ങനെ പറമ്പിൽ നടക്കും. അങ്ങനെ അവരായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എല്ലാ ദിവസവും അവരായിട്ട് മാത്രമേ സംസാരിക്കാറുള്ളൂ. ഇവിടെ മനുഷ്യന്മാർ അങ്ങനെ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ മനുഷ്യന്മാരാരും തന്നെ ഇങ്ങനെ കാണൽ കുറവാണ്. പിന്നെ ടൗണിലേക്ക് നമ്മൾ ഇറങ്ങണം. ഇവിടെ ചെറിയ ടൗണുണ്ട്, കുമ്പനാട്, അവിടേക്ക് ഇറങ്ങണം. അങ്ങനെ അങ്ങനെ രസമാണ്. ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. ഇച്ചിരി അച്ചാർ എടുത്തിട്ടുണ്ട്, ചുമ്മാ അച്ചാർ തൊട്ട് കൂട്ടാൻ.
അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.